ഭാരതത്തിനെതിരെ പ്രകോപന പരാമർശവുമായി ഡൽഹിയിലെ മുൻ പാക് ഹൈക്കമ്മീഷണർ അബ്ദുൾ ബാസിത്ത്. അമേരിക്ക പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഡൽഹിയും മുംബൈയും ഉൾപ്പെടെയുള്ള ഭാരതത്തിലെ നഗരങ്ങൾ ലക്ഷ്യമിടുമെന്നാണ് അബ്ദുൾ ബാസിദിന്റെ ഭീഷണി. ഭാരതത്തിന് നേരെ ആക്രമണം നടത്തുകയല്ലാതെ പാകിസ്ഥാന് മറ്റ് വഴികളില്ലെന്നും അബ്ദുൾ ബാസിദ് പറയുന്നുണ്ട്. പ്രാദേശിക ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം. US ഇസ്രായേൽ ആക്രമണം പ്രതിരോധിക്കാൻ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട ഇറാന്റെ നീക്കത്തിന് പിന്നാലെയാണ് അബ്ദുൾ ബാസിദിന്റെ പരാമർശം. ആദ്യം ആ വാക്കുകളിലേക്ക്. अगर अमेरिका ने पाकिस्तान पे कोई हमला कर दिया, अगर हमारे न्यूक्लियर रेंज में नहीं भी अमेरिका, लेट से अगर हम खलीजी ममालिक में जो है उनके अड्डों तक भी नहीं पहुंच सकते या हम इसराइल पे भी हमला नहीं कर सकते, हमारे लिए क्या वाइड रास्ता होगा आपके ख्याल में? इंडिया हमने तो देखिए और कुछ नहीं करना. हमने तो अगर हमारी रेंज वहाँ ना भी हुई और अब हम पे कुछ किसी ने बुरी नजर से देखा तो हमने तो बगैर सोचे समझे भारत पे मुंबई पे अटैक कर देना है, न्यू दिल्ली पे कर देना है. हमने तो छोड़ना नहीं है. देखी जाएगी बाद में, छोड़ना चाहिए भी नहीं. अगर हमारे पास और कोई रास्ता नहीं होगा, अगर अमेरिका हमारे कोई हमला करता है, जो कि नामुमकिनात में से मैं फिर वही कह रहा हूँ, लेकिन ये बात जान लेनी चाहिए तमाम दुनिया को कि अगर खुदा ना खासा पाकिस्तान पे किसी ने बुरी आंख से निगाह डाली, इस वक्त हमारी रेंज में अमेरिका भी नहीं और ना इसराइल है, लेकिन अगर कोई सूरत हाल ऐसी डेवलप होती है तो पाकिस्तान के पास और कोई ऑप्शन नहीं होगा कि वो भारत में जहाँ उसका दिल चाहता है हमला करेंगे. ന്യൂസ് ഡെസ്കിൽ നിന്ന് പ്രജിത് മോഹനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. പ്രജിത്ത്, ഈ പാക് മുൻ ഹൈക്കമ്മീഷണറുടെ വാക്കുകൾ അത് ഭയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എങ്കിൽ പോലും അമേരിക്ക പാകിസ്ഥാനെ ആക്രമിക്കുമെന്ന് പാകിസ്ഥാൻ ഭയപ്പെടുമ്പോൾ, അതായത് ഒരു ഇറാന്റെ ശൈലി പിന്തുടരാനുള്ള ഒരു നീക്കമാണ് പാകിസ്ഥാൻ നടത്തുന്നത് എന്ന് തോന്നിപ്പോകുന്നു. എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്? രഹി, 2014 മുതൽ 2017 വരെയുള്ള കാലത്ത് ഭാരതത്തിലുണ്ടായിരുന്ന പാകിസ്ഥാന്റെ നയതന്ത്ര തലത്തിലുള്ള ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു അബ്ദുൾ ബാസിദ് എന്നുള്ളത്. ഇന്ത്യയിലെ ഹൈക്കമ്മീഷണറായിരുന്നു. അങ്ങനെ ഭാരതത്തിൽ ഹൈക്കമ്മീഷണറായി ജോലി ചെയ്തിരുന്ന ഒരാൾ, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം വഹിച്ച ഒരാളാണ് ഇത്ര നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. അതും പാകിസ്ഥാനിലെ ഒരു ചാനലിൽ നടത്തിയ ഒരു ചർച്ചയിൽ, ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ഇങ്ങനെ ഉണ്ടായാൽ എന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ചർച്ചയാണ്. അതായത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അമേരിക്ക പാകിസ്ഥാനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ എന്തായിരിക്കും പാകിസ്ഥാന്റെ മറുപടി എന്നുള്ള ചോദ്യത്തിനാണ് ഇത്ര നിരുത്തരവാദപരമായിട്ടുള്ള, ഒരുപക്ഷെ പരിഹാസ്യമെന്ന് തോന്നാവുന്ന തരത്തിലുള്ള ഒരു മറുപടി അദ്ദേഹം നൽകിയത് എന്നുള്ളതാണ്. അതായത് ഇനി അമേരിക്ക പാകിസ്ഥാനെ ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്കയിൽ വരെ ആക്രമണം നടത്താനുള്ള ശേഷി പാകിസ്ഥാനില്ല, അല്ലെങ്കിൽ അത്ര ദൂരം മിസൈലുകളൊന്നും അയക്കാൻ പാകിസ്ഥാന് കഴിയില്ല. പക്ഷേ നമുക്ക് തൊട്ടടുത്തുള്ളത് ഭാരതമാണ്, അപ്പോൾ ഭാരതത്തെ അങ്ങ് ആക്രമിച്ച് കളയാം എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഭാരതത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായിട്ടുള്ള ഡൽഹിയെയും മുംബൈയും അടക്കം നശിപ്പിക്കാൻ പാകിസ്ഥാന് കഴിയും എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു. അതായത് ഏതൊരു സാഹചര്യം ഉണ്ടായാലും, ഇനി ലോകത്ത് ഏതെങ്കിലും ഒരു ശക്തി പാകിസ്ഥാനെ ആക്രമിച്ചാലും നമ്മൾ ആദ്യം നശിപ്പിക്കുക ഭാരതത്തെ ആയിരിക്കും എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ. അതായത് അങ്ങേയറ്റം അപഹാസ്യം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങേയറ്റം പ്രകോപനപരമാണ്. അതായത് എന്തൊക്കെ ഇതിനു മുൻപ് സംഭവിച്ചിട്ടുണ്ട്, പാകിസ്ഥാൻ ഏതൊക്കെ രീതിയിൽ ഭാരതത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം കൃത്യമായ തിരിച്ചടി ഭാരത ഭരണകൂടം നൽകിയിട്ടുണ്ട്, നമ്മുടെ സൈന്യം നൽകിയിട്ടുണ്ട്. എന്നിട്ടും ഇവർ എന്തുകൊണ്ട് പഠിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെ അവശേഷിക്കുന്നില്ലേ? പഹൽഗാമിൽ നടത്തിയ ആക്രമണത്തിന് പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കി മറുപടി നൽകിയ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് ഏതാനും മാസങ്ങൾക്കിപ്പുറം മാത്രമായിട്ടുള്ളൂ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇതുപോലൊരു പ്രസ്താവന നടത്താൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ അത് പ്രധാനപ്പെട്ടതാണ്. നേരത്തെ ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പാകിസ്ഥാൻ്റെ നയതന്ത്ര ഉദ്യോഗസ്ഥനായി തുടർന്നിരുന്ന ഒരാൾ തന്നെ അത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമ്പോൾ മുൻ അനുഭവങ്ങളൊന്നും കണ്ടു പഠിക്കാതെയാണ് ഇത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായും ഇതിന് വലിയ പ്രതിഷേധമൊക്കെ ഭാരതം അറിയിക്കുന്ന സാഹചര്യം ഉണ്ടാകാം. ഒരു പക്ഷേ അല്ല എങ്കിൽ ഇത്തരം വില കുറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ, വില കുറഞ്ഞ ഒരു പ്രസ്താവനയെ കണ്ടില്ലെന്ന് നടിക്കുന്ന സാഹചര്യവും ഒരുപക്ഷെ നയതന്ത്ര തലത്തിൽ നമ്മൾ സ്വീകരിച്ചേക്കാം. എന്തായാലും വളരെ അപകടകരമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു പരാമർശമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു സാധാരണഗതിയിൽ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രകോപനമോ ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകാത്ത സാഹചര്യത്തിൽ, ഏതെങ്കിലും രീതിയിലുള്ള ഭാരതത്തിന് ഏതെങ്കിലും രീതിയിലുള്ള സ്റ്റേക്കില്ലാത്തൊരു വിഷയത്തിലാണ് പാകിസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്ന ആളിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നത് എന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ നവമാധ്യമങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ഇത് ഏതെങ്കിലും രീതിയിലൊരു നയതന്ത്രപരമായിട്ടുള്ള റെസ്പോൺസ് ഇതുവരെ ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് ഏത് രീതിയിൽ ഭാരതം കാണുമെന്നുള്ളത് നയതന്ത്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അടക്കം നിലപാടുകൾ അതിൽ നിർണായകമാകും. എന്തായാലും അബ്ദുൾ ബാസിദിനെ പോലെ പ്രധാനപ്പെട്ട ചുമതലകളിലിരുന്ന ഉദ്യോഗസ്ഥർ പോലും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചുമതലകളിലിരുന്ന ആളുകൾ പോലും ഇത്തരം വില കുറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇത്തരം ചില ഒരുപക്ഷെ വേണമെങ്കിൽ നമുക്ക് പറയാം പരിഹാസ്യമെന്ന് ആവർത്തിച്ച് തന്നെ പറയേണ്ടിയിരിക്കുന്നു, അത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്നു എന്നുള്ളതാണ് പാകിസ്ഥാനിലെ നയതന്ത്ര തലത്തിൻ്റെയും അല്ലെങ്കിൽ നയതന്ത്ര സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെയും ഒക്കെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൂടി ഒരു വട്ടം കൂടി കാണിച്ചു തരികയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് കൂടിയുണ്ട്.
ശരി പ്രജിത്ത്, എന്തായാലും ഭാരതത്തിനെതിരെ പ്രകോപന പരാമർശം ഡൽഹിയിലെ മുൻ പാക് ഹൈക്കമ്മീഷണർ അബ്ദുൾ ബാസിത്ത് നടത്തുമ്പോൾ അത് മറുപടി അർഹിക്കുന്ന കാര്യമാണോ എന്നുള്ളത് പോലും സംശയമാണ് എന്നുള്ളതാണ്. കാരണം അങ്ങേയറ്റം അപഹാസ്യം, വില കുറഞ്ഞ കമന്റാണ് അബ്ദുൾ ബാസിത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. ഒരുപക്ഷേ പാക് അനുകൂലികളെ സന്തോഷിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധി ആയിരിക്കാം, പക്ഷേ അതൊരു അതിബുദ്ധിയാണ് ഭാരതത്തിന്റെ കോണിൽ നിന്ന് നോക്കുമ്പോൾ. എന്തായാലും ഭാരതം ഈ വിഷയത്തിൽ അത് ഏത് രീതിയിലുള്ള നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്.